Hi students, welcome to ASF Academy. I am Femi. Today we discuss about new product development. Market management ile another important area ആണ് new product development. അപ്പോൾ ഈ ഒരു ഏരിയയിലെ എന്താണ് മീനിങ് അതിന്റെ സ്റ്റേജസ് എന്താ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്? ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ആണ്. ഒരു പുതിയ പ്രോഡക്റ്റ് കമ്പനി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. പക്ഷേ അത് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? അവരുടെ പ്രോഡക്റ്റ് മിക്സ് എൻഹാൻസ് ചെയ്യുക എന്നർത്ഥം. ഈ ഒരു എൻഹാൻസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം പ്ലാനിങ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് പ്ലാനിങ്ങിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്ത, കാരണം ലോങ് റേഞ്ച് പ്ലാനിങ് ആണ് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് അല്ലെ ഡെവലപ്പ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഒരുപാട് പ്രോസസ്സോട് കൂടിയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് റേഞ്ച് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ലോങ് റേഞ്ച് പ്ലാനിങ് ആവാം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എന്താണ് മാനുഫാക്ചർ ചെയ്യേണ്ടത് തീരുമാനിക്കണം. അതിന് വേണ്ട ഐഡിയാസ് എടുക്കണം. ആ ഐഡിയാസിൽ നിന്ന് വിച്ച് ഐഡിയ അല്ലെങ്കിൽ ഏത് ഐഡിയ ആണ് ബെറ്റർ നമുക്ക് എന്ന് കണ്ടുപിടിക്കണം. ആ ഐഡിയയിൽ നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, മോഡൽസ് ഉണ്ടാക്കണം, ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിന് ശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഈ എന്തെങ്കിലും ചെറിയ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫെയിലിയർ ആവും. സോ അത്രയും കാലം നമ്മൾ ഇട്ട എഫേർട്ട്, ടൈം, എമൗണ്ട്, ദാറ്റ് ഈസ് മണി എല്ലാം വേസ്റ്റ് ആയി പോകും. അപ്പൊ അത്രയും കെയർഫുൾ ആയി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മീനിങ് പറയാൻ. ഡെവലപ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ വരുന്ന എന്താ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിന് എലിമിനേഷനോ വരാം. പുതിയൊരു പ്രോഡക്റ്റ്, അതായത് മാർക്കറ്റിൽ ഒട്ടും ഇല്ലാത്തൊരു പുതിയൊരു പ്രോഡക്റ്റ് ഐഡിയ കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതൊരു സെറ്റ്. അതല്ലാതെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറെ കുറച്ച് കാര്യം മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് എലിമിനേഷൻ ഓഫ് അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റ്. ഓക്കെ, ഇത്രയോളം മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് encompasses the technical activities of product research, engineering and designing. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക? അത് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഫ്രം റിസർച്ച് മുതൽ അത് ഡിസൈൻ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കൊമേഴ്സ് ചെയ്യുക, ദാറ്റ് മീൻസ് മാർക്കറ്റ് ചെയ്യുക എന്ന് വരെയുള്ള ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ആണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ റിസർച്ച് ചെയ്യണം, ദെൻ എഞ്ചിനീയറിംഗ് ചെയ്യണം, അതിനൊരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യണം, അത് ഡിസൈൻ ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഡെഫിനിഷൻ എന്ന് പറയാം. സിമ്പിൾ ആണ്, പക്ഷേ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് എടുത്തിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവുന്ന ഒരു ഡെഫിനിഷൻ. കാരണം ഈ ഒരു ഏരിയ ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഇല്ല, ബട്ട് ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഇല്ല ഒരു ഏരിയ ആണ്. അപ്പോൾ ഷോർട്ട് എസ്സേ എഴുതുമ്പോൾ എപ്പോഴും ജസ്റ്റ് ആ സ്റ്റേജസ് മാത്രം എഴുതിയാൽ പോരാ, ഒരു മീനിങ്ങും ഡെഫിനേഷനും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എൻകംപാസസ് ദ ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് റിസർച്ച്, എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോവാം, സ്റ്റേജസിലേക്ക് പോവാം. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്. ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ജനറേറ്റിംഗ് പ്രോഡക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡിയ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പറയുന്നതാണ്. ഒരു പ്രോഡക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയൊക്കെ നമുക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാം? ഐഡിയ നമുക്ക് വലിയ ഡിഫറെൻറ്റ് സോഴ്സസ് എന്നാണ്. നമുക്ക് രണ്ട് ടൈപ്പ് സോഴ്സസ് പറയാം, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, കമ്പനിയുടെ സെയിൽസ് പേഴ്സൺസ് എന്നോ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നോ
ടോപ്പ് മാനേജ്മെന്റ് എന്നോ അതായത് കമ്പനി അകത്തു നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന ഐഡിയാസ് ആണ് ഇന്റേണൽ സോഴ്സസ്. കമ്പനിയുടെ റിസർച്ച് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ നോർമൽ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസ് ആവാം, അല്ലെങ്കിൽ കമ്പനി ടോപ്പ് മാനേജ്മെന്റ് അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന അവരുടെ അടുത്ത് എല്ലാം ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് എല്ലാം കളക്ട് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. At the same time, external sources of idea എന്താ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന്, കോമ്പറ്റേറ്റേഴ്സിന്റെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അഡ്വർടൈസിങ് ഏജൻസീസ്, അങ്ങനെയുള്ളതൊക്കെ ആണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഐഡിയാസ്. രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഐഡിയ ആണ് കമ്പനി അവർക്ക് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് അറിയും, അതിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഏതാവും നെക്സ്റ്റ് പ്രോഡക്റ്റ് നല്ലത് എന്ന് അവരുടെ ഒരു മൈൻഡിലുണ്ടാവും, അത് വെച്ചുള്ള ഐഡിയ. എക്സ്റ്റേണൽ സോഴ്സസ് ആവുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിന് നീഡ്സും വാണ്ട്സും കൂടി അറിയും. കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്താ, കസ്റ്റമേഴ്സ് ഇനി ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനാണ് കൂടുതൽ ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഫോർമേഷൻ എക്സ്റ്റേണൽ സോഴ്സ് കിട്ടുക. അപ്പൊ ആ ഒരു ഐഡിയാസ് എക്സ്റ്റേണൽ സോഴ്സ്. ഈ രണ്ട് ഐഡിയാസിന്റെ പുറമെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ മെയിൻ രണ്ട് സോഴ്സസ് എന്നാണ് പറയുന്നത്, സോട്ട് അനാലിസിസും മാർക്കറ്റ് റിസർച്ചും. സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ് അനാലിസിസ്. കമ്പനിയുടെ സോട്ട് അനാലിസിസ് കമ്പയർ ടു ദ വിത്ത് കോമ്പറ്റേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ്, നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് എന്തെല്ലാം ചെയ്യുന്നത്, നമ്മളുടെ കമ്പനിയുടെ സോട്ട് അനാലിസിസ് ചെയ്ത കമ്പനിയെ നമുക്ക് വിലയിരുത്താം. അതുവഴി നമ്മളെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ മോർ ക്ലിയർ ഐഡിയാസ്. ഓക്കെ, പിന്നെ അതേപോലെ മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേഷൻസ് കിട്ടും, അത് വെച്ചും കൂടുതൽ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഐഡിയ ജനറേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സ്റ്റേണൽ സോഴ്സ്, ഇന്റേണൽ സോഴ്സ് മെയിൻ ആയിട്ട്, ഇതിന്റെ പുറമെ പറയുന്നതാണ് സോട്ട് അനാലിസിസ് ആൻഡ് മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, ദീസ് ആർ ദ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ഓഫ് ഐഡിയ. നമുക്ക് അങ്ങനെ ഐഡിയാസ് കിട്ടി, ഒരുപാട് ഐഡിയ കിട്ടി, അപ്പോൾ ഈ എല്ലാ ഐഡിയാസും നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതാവണമെന്നില്ല. അപ്പോൾ അതിൽ ആ ഒരു ഐഡിയാസിനെ സ്ക്രീനിങ് ചെയ്യലാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ആണ്. ആ എല്ലാ ഐഡിയാസും മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അവർ പ്രോഡക്റ്റ്. അപ്പൊ സ്യൂട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസ് ഏതൊക്കെയാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസ് ഏതൊക്കെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യലാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ഐഡിയ കിട്ടി, എല്ലാ ഐഡിയാസും കളക്ട് ചെയ്ത് ദെൻ അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത ഐഡിയാസ് ഏതൊക്കെയാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് പ്രോഫിറ്റബിൾ ഐഡിയാസിനെ സെലക്ട് ചെയ്യും, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഓരോ ഐഡിയാസിനും നമുക്ക് നോക്കും, ഇതിൽ ഓരോ ഐഡിയാസിനും നമ്മൾ വിലയിരുത്തിയിട്ട് അതിൽ ബെസ്റ്റ് ഏതാ എന്ന് നോക്കലാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യണം. ഐഡിയാസ് ആർ സ്ക്രൂട്ടനൈസ്ഡ് ആൻഡ് ഇവാലുവേറ്റ്, എലിമിനേറ്റ് അൺസ്യൂട്ടബിൾ ഐഡിയാസ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു ഐഡിയ. കാരണം നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഒരു ഐഡിയ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഐഡിയാസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മൈൻഡിങ് പ്രോസസ്സിൽ വരുന്ന, അപ്പൊ എല്ലാ ഐഡിയാസിലും നമ്മുടെ കമ്പനിക്ക് സ്യൂട്ടബിൾ ആവാത്തൊക്കെ എലിമിനേറ്റ് ചെയ്തു, നമുക്ക് പറ്റാതെ. എന്നിട്ടും അതിൽ സെറ്റ് ഓഫ് ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് നമ്മുടെ കമ്പനിയുടെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗവൺമെന്റ് റൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യം, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, മെറ്റീരിയൽ അവൈലബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് അവസാനം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ്, അങ്ങനെ ഐഡിയ റെഡിയായി. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ആ ഐഡിയനെ കൺവേർട്ട് ചെയ്യാണ് എന്തിലേക്ക്, കൺസെപ്റ്റിലേക്ക്. ടേൺ ഐഡിയ ഇൻ ടു കൺസെപ്റ്റ്. കൺസെപ്റ്റിലേക്ക് ആ ഐഡിയനെ, ഐഡിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഐഡിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ പോസിബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ പ്രോഡക്ട്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. പക്ഷെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ ഓഫ് ദ ഐഡിയ. ആ ഐഡിയന്റെ ഡീറ്റെയിൽ ഓവർവ്യൂ, അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് വേർഷൻ ഓഫ് ദ ഐഡിയ. ആ ഐഡിയയുടെ ബ്ലൂ പ്രിന്റ് വേർഷൻ ആണ് എന്ത്, കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയനെ കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു സ്റ്റേജിൽ കൺസെപ്റ്റിലേക്ക്. എന്നിട്ട് ആ കൺസെപ്റ്റ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് നോക്കുക. കൺസെപ്റ്റ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയത്, നമുക്ക് ടീ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിച്ചോ. അതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ഉണ്ടാവും. ടീ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എനർജി ഡ്രിങ്കിന് പല ടൈപ്പിൽ, ബ്ലാക്ക് ടീയിലാവാം, ഗ്രീൻ ടീയിലാവാം. നോർമൽ ടീയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും റെസിസ്റ്റന്റ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആയുർവേദിക് ടീസ് ആവാം, ഇൻഗ്രീഡിയൻസ് കൊടുത്ത്, ലൈക്ക് തുളസി, ജിഞ്ചർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഐഡിയ, ഇപ്പോൾ ഒരു ഐഡിയ എന്ന് പറയുന്നത് നോർമൽ ടീ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ഒരു കൺസെപ്റ്റ്, ഐഡിയ അല്ല, കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ടീയിൽ തന്നെ
കുറച്ചും കൂടി നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് ഹെൽത്തി ബെനിഫിറ്റ് നോക്കി ഗ്രീൻ ടീ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് കൺസെപ്റ്റ്. അപ്പോൾ തേർഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പവർ ഒക്കെ കൂട്ടാൻ വേണ്ടി ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട് നമുക്ക് ടീ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ 3 കൺസെപ്റ്റാണ് ഇവിടെ. അപ്പോൾ ഒരു കമ്പനി ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ 3 കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന് പല ടൈപ്പ് ഓഫ് കൺസെപ്റ്റിലേക്ക് അവർ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. Okay, once നമുക്ക് concept, we can see from the just one idea several concepts will be developed. Unless the product idea is changed into product concept, the actual product may not be materialized. Okay, അങ്ങനെ നമ്മളുടെ product concept develop ചെയ്തു. ഈ concept നമുക്ക് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മളെ പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് എത്തിക്കും ത്രൂ അതേപോലെ തന്നെ എ റിട്ടൺ ആൻഡ് ഓറൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. എന്നിട്ട് അവരുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കും. അതേപോലെ അവർ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസും അവരോട് പറയും. കാരണം അവർ എന്ന് പറയുന്ന ആ ഒരു വളരെ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് എന്ന് പറയുന്നത് അവർ ടോട്ടൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ഈ പ്രോഡക്റ്റിനെ കാണുന്നത് എന്നുള്ള ഈ കൺസെപ്റ്റ് നമുക്ക് സക്സസ് ആവോ ഇല്ലേ എന്നാണ് ഇതുവഴി നമുക്ക് അറിയാൻ പറ്റുക, ഈ ടെസ്റ്റിംഗ് വഴി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് അനാലിസിസ്. അങ്ങനെ കൺസെപ്റ്റ് റെഡിയായി നമ്മൾ ഇറക്കുന്ന ഈ ബിസിനസ്സിനെ അനലൈസ് ചെയ്യലാണ് നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അനാലിസിസ് ടു ഡിറ്റർമൈൻ ഡിസയർ മാർക്കറ്റ്. അതായത് ഈ പ്രോഡക്റ്റിന്റെ ഡിസയർ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുക. അതേപോലെ ഇതിന്റെ ഫീസിബിലിറ്റി അനാലിസിസ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് അനാലിസിസ് ഫീസിബിലിറ്റി അനാലിസിസ് ആണ് മെയിൻ ആയിട്ട്. ഈ മാർക്കറ്റ് അനാലിസിസ് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ നമ്മുടെ വരാൻ സാധ്യത എക്സ്പെക്റ്റേഷൻ ആയിട്ടുള്ള സെയിൽസ്, കോസ്റ്റ്, പ്രോഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. അതേപോലെ ഫ്യൂച്ചർ ഡിമാൻഡ് എങ്ങനെ വരും, ഇതിന് എത്രത്തോളം ഫിനാൻസ് റിക്വയർ ചെയ്യും, എത്രത്തോളം കോസ്റ്റ് വേണം, എത്രത്തോളം പ്രോഫിറ്റിന് സാധ്യത ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഫോർകാസ്റ്റിംഗ് ചെയ്യണം. നെക്സ്റ്റ് അതേപോലെ ഈ ഒരു സ്റ്റേജിൽ വേണ്ട വേറൊരു കാര്യമാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അങ്ങനെ ഐഡിയ കിട്ടി, ഐഡിയനെ സ്ക്രീൻ ചെയ്ത് കൺസെപ്റ്റ് എടുത്ത് കൺസെപ്റ്റിന്റെ കൂടെ നമ്മൾ ബിസിനസ് അനാലിസിസ്, അപ്പോൾ എല്ലാം സെറ്റായി, എല്ലാം ഓക്കെ. ഈ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രിപ്പയർ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്, ഇവിടെ ആക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഇമാജിൻ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഒരു ആക്ഷനിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ ആക്ഷനാണ് ചെയ്യുന്നത്. ആക്ച്വൽ പ്രോഡക്റ്റ് എന്താണോ അതിന്റെ മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു സ്റ്റേജ് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ പ്രോഡക്റ്റിന്. സോ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യും മോഡൽസ് ഡെവലപ്പ് ചെയ്യും. അതേപോലെ ടെസ്റ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രിഫറൻസസ്, അതേപോലെ നമ്മുടെ ബ്രാൻഡ് എങ്ങനെ വേണം, ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കാൻ പേറ്റന്റ്, ട്രേഡ് മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസിഷൻസ് എടുക്കുക. പാക്കേജിങ് എങ്ങനെ വേണം നമ്മുടെ പ്രോഡക്റ്റ്, അതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഒരു സ്മാൾ ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു ടൈമിൽ നമ്മുടെ പ്രോഡക്റ്റിന്. കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അവരുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അവരുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ച്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ചെറിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോഡൽസിനെ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഫിസിക്കൽ ഫോം വിത്ത് സ്മോൾ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യും പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് സ്മാൾ ക്വാണ്ടിറ്റിയിൽ ഡെവലപ്പ് ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂജ് കോസ്റ്റ് വരുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേജാണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. ഇവിടെ നല്ല രീതിയിൽ കോസ്റ്റ് വരും ഈ ഒരു സ്റ്റേജ്. ഈ കോസ്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഹൈ കോസ്റ്റ് എന്ന് വരും. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അത് കാണുക. അതിൽ നമ്മൾ പറയേണ്ട ഹൈ കോസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, റിസർച്ച് ഡെവലപ്മെന്റ്. ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വരുന്ന ഒരുപാട് കോസ്റ്റസ് ഉണ്ടാവും. ഈ കോസ്റ്റസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് കോസ്റ്റസ് ഉണ്ടാവും. മോഡൽസ് ഡെവലപ്പ് ചെയ്യും, സ്മാൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയോ അതിൻ്റെ സ്മാൾ ക്വാണ്ടിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ, മാർക്കറ്റ് ടെസ്റ്റിംഗ്. ഈ മാർക്കറ്റ് വിൽ ഹാവ് ടു ടെസ്റ്റ് ഇൻ റിയാക്ഷൻ ഓഫ് ദ ഡീലേഴ്സ് ആവുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ ഒക്കെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഈ മാർക്കറ്റ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഏത് മാർക്കറ്റിലാണോ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യും. കണ്ടക്ട് ഇൻ സെലക്ട് ജോഗ്രഫിക്കൽ ഏതെങ്കിലും ജോഗ്രഫിക്കൽ ഏരിയ സെലക്ട് ചെയ്ത് അവിടെ ആയിരിക്കും ഇതിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഈ പ്രോഡക്റ്റ് എൻട്രി ചെയ്യിക്കുക. സോ ആ എൻട്രി ചെയ്യുന്ന ഏരിയയിലെ കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ വാച്ച് ചെയ്യും. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ എന്നുള്ളത്. ഇതുവഴി നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുന്ന വഴി കസ്റ്റമേഴ്സിന് റിയാക്ഷൻ കിട്ടുമ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ പ്രോഡക്റ്റ്. കാരണം ഫ്യൂച്ചർ ഫോൾട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫെയിലിയേഴ്സിനെ നമുക്ക് ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓവർകം ചെയ്യാൻ ഈ കസ്റ്റമേഴ്സിനെ ഈ ഒരു സ്റ്റേജിലെ റിയാക്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മിനി ലോഞ്ച് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് ഒരു മിനി ലോഞ്ച് ആണ് ഇവിടെ ചെയ്യുന്നത്. വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക കസ്റ്റമേഴ്സിലെ പെർട്ടിക്കുലർ ഏരിയയിൽ. അവരുടെ റിയാക്ഷൻ ടുവേർഡ്സ് ദ പ്രോഡക്റ്റ്, പ്രോഡക്റ്റിലേക്കുള്ള അവരുടെ റിയാക്ഷൻ എങ്ങനെ നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാം, എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് മാർക്കറ്റ് ടെസ്റ്റിങ്ങിന് വരുന്നത്. ലാസ്റ്റ് സ്റ്റേജ് കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യും. ലാസ്റ്റ് സ്റ്റേജ് പ്രൊഡക്ഷൻ നടത്തി അതിന് വേണ്ട പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം ചെയ്ത് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് എല്ലാം ഈ ഒരു സ്റ്റേജിലാണ് ചെയ്യണം. പ്രോഡക്റ്റിൽ ലാസ്റ്റ് സ്കെയിൽ നടത്തി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു മാർക്കറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് എൻട്രി ചെയ്യുക. കൂടെ ഒരുപാട് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യും ഈ പ്രോഡക്റ്റിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത്രേ ഉള്ളൂ. ഇത് വളരെ ക്രൂഷ്യൽ ആൻഡ് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട സ്റ്റേജാണ് മാർക്കറ്റിംഗ് ചെയ്യുക, പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പറയുന്നത് ഇത്രയാണ് ടോട്ടൽ. നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്തു, അത് സ്ക്രീൻ ചെയ്തു, കൺസെപ്റ്റ് കൊണ്ടുവന്നു, ബിസിനസ് അനാലിസിസ് ചെയ്തു, ദെൻ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, അതിനെ ടെസ്റ്റ് നടത്തി, ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്, ദെൻ ഫൈനൽ പ്രോഡക്റ്റ് ലോഞ്ചിങ് നടത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്താണെന്നും അതിന്റെ സ്റ്റേജസ് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ടോപ്പിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കമന്റ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.